ദുഷ്ടതയുടെ ആലോചന പ്രകാരം നടക്കാതെയും അന്ധഭാവത്തിൻ്റെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും ന്യായങ്ങളിൽ സന്തോഷിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന മതിലുകൾ പോലെയാവും. ചെവിയടഞ്ഞ പൊട്ടയണലികളെ പോലെ ദുഷ്ടതയിൽ കഴിയും. ഒഴുകുന്ന വെള്ളം പോലെ ഒഴുകിപ്പോകും. അയ്മനം ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. സങ്കീർണവും അടുത്തറിയാൻ ഏറെ വിഷമമുള്ളതുമായ പ്രയാസങ്ങളുടെ ആലയം. അതിൽ അവിശ്വസനീയത ഭക്ഷിച്ചു വളർന്നവർ ശാന്തതയുടെ നിയമങ്ങൾ ലംഘിച്ച് വിലക്കപ്പെട്ട പ്രദേശങ്ങളായിരിക്കും. അതിനാൽ അയ്മനം ഒരു ഭൂപ്രദേശമല്ല, ഒരു മാന്ത്രിക കഥയാണ്. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അയ്മനത്തെ തലമുറ ഭയത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും വിലാപങ്ങൾ എസ്തയെയും റാഹേലിനെയും പോലെ അലഞ്ഞു നടക്കും. നിലവിളിക്കുന്ന ദരിദ്രന്മാരും സഹായമില്ലാത്ത എളിയവരുമായി ഭൂമിയിൽ നിറയും. എനിക്ക് പ്രാവിനുള്ളതുപോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഭയവും വിറയലും പരിഭ്രമവും കൊണ്ടുള്ള കൺപള്ളിക്കടിയിൽ നിന്ന് പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു. മോള് തന്നെ വന്നേ. നിന്റെ കെട്ടിയോൻ സഹായിച്ചു വന്നില്ലേ? ഇല്ല, അയാൾ പോകുന്നില്ല. അപ്പൊ നീ അമേരിക്കക്ക് പോകുന്നില്ലേ? ഇല്ല. അതെന്താ? ഞങ്ങള് ഡിവോഴ്സായി. അപ്പോ അതും കഴിഞ്ഞു. നീ എന്തായാലും കയറുവാ. നീ ഇപ്പൊ വന്നത് നന്നായി. സത്യം പറയാലോ, എത്ര പഴയ പോലെ ഒന്നുമല്ല. വടക്കുന്ന് വന്നേ പിന്നെ വർത്താനം വളരെ കുറവാ. നല്ല രീതിയിലല്ലാത്തത് കൊണ്ടാണ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനത്തിൽ കുറഞ്ഞ തുക നൽകുന്നതാണ് ചാക്കോ മുതലാളി പറയുന്നത്. അല്ല, കാര്യങ്ങളൊക്കെ ശരിയായാലും ഉടനെ വേതനം കൂട്ടാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുള്ളതല്ലേ?
പാടത്തെ നാഗങ്കുഞ്ഞേ മുണ്ടകം കൊയ്യുമ്പോൾ എന്തു ചെയ്യും? അല്ല മുക്കുമാരൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസമോ ഞാൻ കരുതിയ ഒരു മാസം. ഇപ്പൊ നന്നാക്കി തരാൻ പറ്റുമോ ബോസ്? ഓക്കെ ബോസ്, ഇപ്പൊ ശരിയാക്കി തരാം. അദ്ദേഹം ഓളശേക്ക് പോയിക്കാണ്. ഇപ്പൊ തിരിച്ചെത്തും. ചാക്കോ സാർ കയറിയിരിക്കും. അല്ല ഞാനിന്ന് വരൂന്ന് പറഞ്ഞായിരുന്നു. വന്നാ കയറിയിരിക്കാനും പറഞ്ഞിരുന്നോ? പിന്നെ ചാക്കോ സാർ എന്നെ ഉണ്ട് വിശേഷങ്ങളൊക്കെ. ഇവരെ മനസ്സിലായോ? നമ്മുടെ മാത്തുക്കുട്ടിയും പോകസിനും വന്നേ. ഡിസൈൻ പഴയത് തന്നെയാ, പിന്നെ മാറ്റത് ചെറിയൊരു വ്യത്യാസം. അരികൾ നിറം മാറിയിട്ടുണ്ടെന്നേ. ചോപ്പിന് പകരം തവിട്ട് നിറമാക്കിയിട്ടുണ്ട്. പിന്നെ സിന്തറ്റിക് കുക്കിംഗ് വിനെഗർ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ നല്ല എഴുതിയിരിക്കുന്നേ. എന്റെ തൊഴിലാളികൾ നിങ്ങളുടെ അടുത്ത് പരാതിയുമായി ഒന്നും പറഞ്ഞു വരുന്നേ. പിന്നല്ലാതെ ഇതൊരു ശാപങ്ങളുടെ കൂടാറുവാ. തലമുറകളിലൂടെ നമ്മുടെ നെറുകയിൽ വീണ ശാപങ്ങളുടെ അമ്മയ്ക്ക് ചേരാത്ത ഒരാളെയാ അമ്മ കല്യാണം കഴിച്ചത്. ചുള്ളിക്കാരനായ പാപ്പച്ചിയെ അമ്മയ്ക്ക് പേടിയായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമെന്നേ. അല്ലെങ്കിലും മനസ്സ് വെച്ചാൽ നിനക്കൊരു പോംവഴി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. തികച്ചും ഭാഗ്യവാനാണ് നീ. അവളെ എന്റെ ബംഗ്ലാവിലേക്ക് ജോലിക്കായി. അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നമ്മുടെ ഫാദർ മല്ലികൻ മാത്രമായിരുന്നു. അത് കൊള്ളാതെ ആറ് കച്ചവടത്തിനിടയ്ക്കൊരു കൂട്ട് കച്ചവടം. പണ്ടല്ല ഈ വള്ളികളച്ചനെ വീഴ്ത്തിയത് എങ്ങനെയാണെന്നറിയാമോ? ആഴ്ചതോറും കൊള്ളാം ദീനാനുകമ്പ പ്രകടന വഴിയാ. ചില കാര്യങ്ങൾ നിയമപരമാണ് എന്നാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതെന്താ ബേബി അങ്ങനെ ഒരു പക്ഷേ? ഇതെനിക്കൊരു ജലദോഷം പോലെയാ തോന്നുന്നത്. ആണോ? എന്നാ ആ ജലദോഷം വരും മുമ്പ് തിരിച്ചു പിടിക്കണ്ടേ അതിനെ? വേണം. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
കഴിഞ്ഞ് ബേബി കൊച്ചമ്മ ഒരു ബിരുദ സർട്ടിഫിക്കറ്റുമായിട്ടേക്ക് തിരിച്ചു പോന്നു. അല്ല, കറുത്ത സായിപ്പിന്റെ കഥയെ വലുതെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ അതിനേക്കാളും വലുതാണല്ലോ. അല്ല, ഈ കറുത്ത സാഹിബിന്റെ കഥ നിനക്കറിയോ? അതെന്തുവാ? ഈ കറുത്ത സാഹിബ് പറഞ്ഞ തനി നാടനായി തീർന്ന മലയാളം സംസാരിക്കുന്ന മുണ്ടെടുക്കാൻ അറിയാവുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. എടാ ചാക്കോ, നീ വലിയ ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചെന്ന് വെച്ചേ വലിയ ബുദ്ധിശാലിയായി തീരുന്നു വിചാരിക്കണ്ട കേട്ടോ. അമ്മു, നിനക്കറിയാമോ, ഞാൻ ഈ അഴിമത്തെത്തും പോലെ മമ്മാച്ചിയുടെ ആ ഫാക്ടറിക്ക് ഒരു പേര് പോലും ഇല്ലായിരുന്നു. ശോശയുടെ കന്നിമാങ്ങ, ശോശയുടെ ഏത്തപ്പഴഞ്ഞ എന്തൊക്കെ ഈ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത്. ഈ ഞാനാണ് അതിന് പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസൈഡ്സ് എന്ന പേര് പോലും ചൊല്ലി വിളിച്ചത്. അറിയാമോ? നിന്റെ ഭ്രാന്ത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല ചാക്കോ. ഈ ലോകത്ത് വെച്ച് അങ്ങനെ ഏറ്റവും ഇഷ്ടം സോഫ്റ്റ് മോളെയാണോ? അവളെന്റെ മോളല്ലേടാ. ആൾക്കാർക്ക് അവരെ മക്കള് മാത്രമേ ഏറ്റവും ഇഷ്ടമാകാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയാണ് സാധാരണ പതിവ്. എന്നേക്കാളും രാഹിലേക്കാളും അമ്മുവിന് സോഫ്റ്റ് മോളെ സ്നേഹിക്കാൻ പറ്റുമോ? അങ്കിളിന് സോഫ്റ്റ് മോളെക്കാളും എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? വഴിയിൽ നിന്ന് പോകാം വൈകാതെ വനരാം അഥവാ. കുട്ടികൾ ഇല്ല, പ്ലാനിങ്ങിലായിരിക്കും അല്ലയോ? അതോ വയറ്റിലുണ്ടോ? ഇന്നലെ ഡിവോഴ്സ് ആയി. ഡിവോഴ്സ്? തികച്ചും നിർഭാഗ്യകരമായി പോയി. ഈ ഫോട്ടോ നോക്ക് ഓർമ്മയുണ്ടോ? പണ്ട് മാർഗരറ്റ് കൊച്ചമ്മേ കൊണ്ടുവന്ന റോളിഫിക്സ് ക്യാമറയില് ചാക്കോ എടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അയമനം വീടിന്റെ മുറ്റത്ത് വെച്ച്. അതിനകത്ത് നിങ്ങൾ 4 പേരുമുണ്ട്. എന്റെ മോൻ ലെനിനും എസ്തയും റാഹീലും പിന്നെ സോഫി മോളും. നോക്കിക്കേ. ആ ആ കേട്ട കൊച്ചമ്മ, വേതനം കൂട്ടണമെന്നുള്ള ആവശ്യം തൊഴിലാളികൾക്കിടയിൽ നിന്നും ഉയരുന്നു എന്ന് വാർത്തയുണ്ട്. അതിന് ഞാൻ എന്നെ വേണ്ട. അല്ല, ഈ ചർച്ചയൊക്കെ നമ്മുടെ ഫാക്ടറിയിലും കയറിക്കൂടുമോന്ന എന്റെ സംശയം. എന്നെ സംശയമാണ്. അവരോടൊക്കെ പോയി പത്രം വായിക്കാൻ പറ. പഞ്ഞമാ സർവ്വദിക്കിലും ഓരോടത്തും ഇല്ല പണി. ആളുകൾ വിശന്ന് മരിക്കുവാ. എന്നതേലും പണി കിട്ടുന്നുണ്ടല്ലോ എന്നോർത്ത് നന്ദി തോന്നേണ്ട സമയത്ത് അവന്മാരുടെ തൊഴിലാളി സമരം. അല്ല, നമ്മുടെ ഈ ചാക്കോ മുതലാളി ഒന്ന് പോടാ. അമ്മു, ആന്റിയും സോഫ്റ്റ് മോളും നാളെ ലണ്ടനിൽ വരുന്നില്ലേ? ഇന്നെന്തിനാ പോകുന്നേ? ആദ്യ രാവിലെ എയർപോർട്ടിൽ എത്താനുള്ള അല്ലേ എസ്ത? നമുക്ക് ഇന്ന് പോയേ പറ്റൂ. എസ്ത, ദാ. മാർഗരറ്റ് ആന്റിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കൊണ്ടാണ് അവർ വരുന്നത്. എടി അമ്മു, ഞാൻ നാളെ അവരെ കാണുമ്പോൾ ഹലോ ലേഡീസ്, എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്ന് ചോദിക്കും. അപ്പോൾ മാർഗരറ്റ് സോഫി മോളോട് ഹലോയും ഹൗ ഡു യു ഡു പറയാൻ പറയും. അപ്പോൾ ഞാൻ ഈ റോസാപ്പൂക്കൾ നീട്ടി പറയും, ഇതെന്റെ സോഫി മോൾക്ക്, പിന്നെ ഇത് എന്റെ മാർഗരറ്റിനാണ്. നല്ല ബെസ്റ്റ് അഭിനയം. ഇത് പൊന്ന് ചാക്കോ, ഒരു കാര്യം. എന്റെ ഭാര്യയെ ഇവിടുത്തെ പുത്തൻ കാശുകാരൻ ആ കുഞ്ഞുട്ടീപ്പനുണ്ടല്ലോ, അവൻ എന്റെ അപ്പന്റെ ആശാരിയായിരുന്നു. അവന്റെ വല്യമ്മയുടെ അനിയത്തി അങ്ങ് തിരുവനന്തപുരത്ത് വൈറ്റാറ്റിയായിരുന്നു.
മാർഗരറ്റ്. പിന്നെ ഇത് എന്റെ മോൾ അല്ല, മാർഗരറ്റിന്റെയും എന്റെയും മോൾ സോഫി. ചാക്കോ നീ വർത്താനം പറഞ്ഞിരിക്കല പെട്ടിയുടെ അടുത്ത് വെക്കുക. ഓ എന്റെ ദൈവമേ, ഞാനതങ്ങ് മറന്നു. How do you do, Estappa? Fine, thanks. ആരെങ്കിലും how do you do പറഞ്ഞ fine thanks എന്നാണ് പറയണേ. തിരിച്ച് how do you do ചോദിക്കാം എസ്താ. എന്റെ പൊന്നമ്മോ ഇപ്പൊ ഒന്നും വേണ്ട, പ്ലീസ് അതൊക്കെ വിട്. അല്ല എന്റെ മാർഗരറ്റ്, ഇതെന്റെ മരുമോൾ റാഹേൽ. Hello, Rahel. How do you do? ഓ മൈ സോഫി കിഡ്സ്. Excuse me, എന്നൊന്ന് താഴെ പറ്റുമോ? മമ്മാച്ചേ, കേക്ക് തയ്യാറാണേ. എടി കൊച്ചുമറിയേ, നീ നമ്മുടെ സോഫി മോളെ നോക്കിക്കടി. കണ്ടു കൊച്ചമ്മേ, കണ്ടു. അവൾക്ക് അവളുടെ അമ്മയുടെ നിറമാ. എടി പാപ്പച്ചിയുടെ അതേ മൂക്കല്ലേടി? ഓ അതെനിക്ക് അറിയാൻ മേല. സുന്ദരിയായിട്ടുണ്ട്. നല്ല മണം. അവരെന്താ എന്റെ കൈമാട്ടുന്നത്? അവര് നമ്മുടെ പാചകക്കാരിയല്ലേ മോളെ, അവര് സന്തോഷം കൊണ്ട് ചെയ്തതല്ലേ. എവിടെ നിന്ന് കിട്ടി ഈ അഹങ്കാരം പിടിച്ച മട്ടും? ചാക്കോ, നിനക്കറിയാവോ ഡൽഹിയിൽ വെച്ച് പാപ്പച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോ എന്നെ ആ മോനെ അടിച്ച് വീടിന്റെ പുറത്താക്കുമായിരുന്നു. ആ തണുപ്പത്തവള വീടിന്റെ കുറ്റിക്കാട്ടില് തണുപ്പത്ത് നിന്ന് അങ്ങനെ കിട്ടിയതാണ് അവർക്ക് ധൈര്യം. എല്ലാം പൊട്ടട്ടെ. ഞാൻ കണ്ടുപിടിച്ച നിശാശലഭം എന്റെ മേലെ നാമകരണം ചെയ്യപ്പെടാതിരുന്നപ്പോൾ നീ ഇത്രയും കരഞ്ഞില്ലല്ലോ. ടാക്സോണമി വകുപ്പിന്റെ അംഗീകാരവും അതുവഴിയുള്ള പ്രശസ്തിയും എന്റെ മാത്രം അവകാശമായിരുന്നു. ഓ എന്റെ പാപ്പച്ചി, നിങ്ങൾക്ക് എന്നെ അവിടെ വന്നൊന്ന് സഹായിച്ചൂടെ? എടി 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 റിട്ടയർ ആയെന്ന് വിചാരിച്ച് ഞാൻ ഒരു കൂലിയാണെന്ന് കരുതരുത്. ഒരു എന്റെ മോളിൽ ഡയറക്ടർക്ക് ചേർന്ന പണിയാണ് അച്ചാറുണ്ടാക്കുന്നതെന്ന് ഞാൻ കരുതില്ല. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇമ്പീരിയൽ എൻഡോമോളജിസ്റ്റാണ് ഞാൻ. മനസ്സിലായോ? അതെ, അതൊക്കെ പണ്ട് ഡൽഹിയില്. ഇത് അയ്മനം അയ്മനം. എന്റെ കർത്താവേ, എന്റെ മകനെ. ഓ വെറുതെ അല്ല മനുഷ്യൻ നിങ്ങൾക്കൊന്നും കിട്ടാതെ പോയത്. അതേടി, നീ അത് തന്നെ പറയണം. നിന്നെ ഇത്രയും ഞാനാണ് കുറ്റക്കാരൻ. അമ്മോ വാ ഇവിടെ. എന്താണ് അവളുടെ ഒരു ഗംബൂട്ട് ആ കത്രിക എടുത്തിടുവാ. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിക്കാം. അല്ല നിങ്ങൾ എന്തിനാ കരയുന്നേ? അന്നും കരഞ്ഞോണ്ടിരിക്കുവായിരുന്നല്ലോ. ഇനിയും നിർത്താനായില്ല നിങ്ങളുടെ ഈ ഒടുക്കത്തെ കരച്ചിലോ? മാമച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്റെ മാമച്ചി കരയണേ. മാമച്ചിയുടെ ജീവിതത്തിന്റെ ശീലമോ ഭാഗമായോണ്ട് എന്റെ മാമച്ചി കരഞ്ഞേ. ആ മനുഷ്യനുമായിട്ട് അധികം കൂട്ടുകൂടലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരുമായിട്ട് അവൾ അധികം കൂട്ടുകൂടുന്നേ? ആരാത്? നിങ്ങളുടെ പ്രിയപ്പെട്ട വെളുത്ത അല്ലാതാരാ? നിങ്ങളമ്മ അടിക്കാറുണ്ടോ? എന്റെ അമ്മ അടിക്കാറുണ്ട്. ഞങ്ങളുടെ അമ്മ അടിക്കാറില്ല. ഭാഗ്യം. അതെ, ഈ ലോകത്തിൽ വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്റെ അച്ഛൻ ജോയ്. 2 മാസത്തിന് മുമ്പ് ജോ മരിച്ചുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിന്റെ അച്ഛൻ ചാക്കോ അല്ലേ? ചാക്കോ എന്നെ ശരിക്കും അച്ഛൻ. പക്ഷെ അച്ഛൻ ജോവാ. ജോ എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല. പഠിച്ചാൽ ഇങ്ങനെ അടിക്കാൻ പറ്റുവാ? നിങ്ങൾ അച്ഛൻ എവിടെയാ? അച്ഛൻ എവിടെയില്ല. അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിന്റെ ലിസ്റ്റ് പറഞ്ഞോട്ടെ. പറഞ്ഞു. ആദ്യം അമ്മവും ചാക്കനും, പിന്നെ മമ്മച്ചി, മമ്മച്ചി കഴിഞ്ഞിട്ട് ബെൽത്ത, പിന്നെ ബെൽത്ത കഴിഞ്ഞിട്ട് നീ. എന്നെ എന്താ ഇഷ്ടപ്പെടുന്ന? നമ്മൾ ഫസ്റ്റ് കസിൻസ് ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടമില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിനക്ക് എന്നോടും ഇഷ്ടമാകും. മാർഗരറ്റ്, സോഫി മോൾ ഉറങ്ങിയോ? മയങ്ങിയെന്ന് തോന്നുന്നു. മാർഗരറ്റ്, നിനക്ക് ഓർമ്മയുണ്ടോ ഓക്സ്ഫോർഡിലെ കഫേയിൽ ഒരു പരിചാരികയാണ് നിന്നെ ഞാൻ ആദ്യമായി കണ്ട ദിവസം? അന്ന് നീ ഒരു ബേക്കറി കടക്കാരന്റെയും
തുന്നക്കാരിയുടെയും മകൾ മാത്രമായിരുന്നു. എന്താ പറഞ്ഞു വരുന്നത്? ഓക്സ്ഫോർഡിലെ എന്റെ അവസാന വർഷ വേനൽക്കാലമായിരുന്നു അത്. അതെ, ഞാൻ വന്ന് ഒരു കാപ്പി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ഫ്രൈ ചെയ്ത മുട്ടയും. അതെ, ഓർഡർ ചെയ്തതെല്ലാം കൊണ്ടുവന്നപ്പോ ഇരട്ടക്കുട്ടികളുടെ അച്ഛന്റെ കഥ അറിയോന്നല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും എന്റെ താല്പര്യമില്ലായ്മ കണക്കാക്കാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും കുതിരച്ചാണുകൾ ഇവിടെ കാണുമെങ്കിൽ ഇതിനടുത്തൊരു കുതിര കാണാതിരിക്കില്ല. അന്നത് കേട്ട് എന്നോടൊപ്പം നീയും ഉറക്കെ ചിരിച്ചു. എന്തിനാണ് ഞാൻ നിങ്ങളോടൊപ്പം അന്ന് ചിരിച്ചത്? ആ ചിരിയ നിങ്ങളെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്റെ മുറിയിൽ എത്തിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിവാഹത്തിന് കുറച്ച് തിടുക്കം കൂട്ടിയെന്ന് തോന്നുന്നു. നിനക്കല്ലാതെ എത്രയും പെട്ടെന്ന് കല്യാണം വേണമെന്നോ? എന്നിട്ട് പോലെ മാതിരി ദേഷ്യപ്പെടാതെ ചാക്കോ. നിങ്ങളുടെ ജോലി ഇത്ര വേഗം പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞു എന്റെ ജോലി പോകുമെന്ന്. വന്നത് വന്നു. തൽക്കാലം നിന്റെ പുതിയ ജോലി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. പോയേ പറ്റൂ. എന്താ മാർഗ്രറ്റ്, ഇന്നും വലിയ നിരാശയിലാണല്ലോ? കുറെ നാളുകളായി ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, എന്ത് പറ്റി നിനക്ക്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ചോദിക്കറിയോ? സത്യത്തിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ തീരുമാനം ചാക്കോയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് വിഷമിക്കാതിരിക്കും മാർഗ്രറ്റ്, എല്ലാം നല്ലതായി തന്നെ സംഭവിക്കും. ഞാൻ നിങ്ങളുടെ മേലൊന്നും എന്താ ഇത് മാർഗ്രറ്റ്, കൊച്ചു കുട്ടികളെ പോലെ? എന്തൊരു കഷ്ടമാണിത്. പകല് മുഴുവൻ ഇവിടെ കിടന്നിട്ട് ഈ ഫ്ലാറ്റ് ഒന്നും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ചാക്കോ. മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുമോ? എന്താടി നമ്മളൊന്നും മനുഷ്യന്മാരെല്ലാം തോന്നി തുടങ്ങിയോ നിനക്ക്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എത്ര കാലമായി നരകിച്ച ജീവിതം. നിനക്ക് നരകിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഞാനാകാനേ കഴിയൂ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ശരിക്കും അടുത്തു. ഇനി പറയാതെ തരമില്ല. ചാക്കോ, എനിക്ക് വിവാഹമോചനം വേണം. എന്താ എന്താ നീ പറഞ്ഞേ? അതെ, നമുക്ക് നല്ല രീതിയിൽ തന്നെ പിരിയാം. ഇനി മുതൽ ഞാൻ ജോലിക്കൊപ്പം ജോലിക്ക് പോവുകയാണ്. അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് ഞാനെന്തിനാണ്? ഓക്സ്ഫോർഡിലേക്ക് ഒരു വലിയ നേട്ടവുമായിട്ടാണല്ലോ അവനെ തിരിച്ചു വരുന്നത്. അവിടെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ കൂടെ അഞ്ചു തിരിഞ്ഞ് 5 പൈസയ്ക്ക് ഗതിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ വരട്ടെ, നീ അകത്ത് പോ. ഒരിക്കൽ പോലും ചോറിമാന്തിരിക്കാനല്ലടാ നിന്നെ ഞങ്ങൾ ഓക്സ്ഫോർഡിലേക്ക് വിട്ടത്. നോക്ക് ചാക്കോ, നീയും അമ്മു അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാണ് ഉള്ളത്? അല്ല, ഇതാരും വല്യച്ഛനോ ഒച്ചച്ഛനും ഉണ്ടല്ലോ. എന്താ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഈ വഴിക്കൊക്കെ? വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനിയുള്ള കാലം എന്തു ചെയ്യാനാണ് നിന്റെ തീരുമാനം? ഓ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ. ആ പിന്നെ ദേ, ഇത് കണ്ടോ? എന്റെ ഈ കാലില് പഴുപ്പ് പിന്നെ അറപ്പുളവാകുന്ന ഈ പ്രമേഹ വ്രണം. ഇത് കണ്ടോ? ഓ, ചോദിച്ചപ്പോ ഞാൻ ഇത് വളരെ സന്തുഷ്ടിയാണ് ജോസഫ്. സത്യത്തിൽ ചാക്കോയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അയാളെ അയാളായിട്ട് കാണാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. പിന്നെ അയാളും ഞാനും തുല്യ പങ്കാളിത്തത്തോടെ ചെയ്ത തെറ്റായിരുന്നു മാരേജ്. മാഡത്തിന്റെ ഹസ്ബൻഡ് ജോ മരിച്ചു, കാർ ആക്സിഡന്റ്.
മമ്മി ഞാൻ പപ്പനെ കണ്ട്. അവിടെ നിൽക്കണേ കൊച്ചേ, അവിടെ നിൽക്കാൻ. എങ്ങോട്ടാ നിൽക്കണേ ഓടുന്നേ? ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. നിനക്കറിയാവോ, ഇനി മുതലേ സോഫി മോളാ ഞങ്ങളുടെ കൊച്ചമ്മ. സോഫി മോളെ ഞങ്ങൾക്ക് ശമ്പളമൊക്കെ കൂട്ടി തരും, അറിയാവോ നിനക്ക്? എങ്ങോട്ടാ വീണ്ടും ഓടുന്നത്? ഇങ്ങോട്ട് വന്നേ. അതെ, സോഫി മോള് ഞങ്ങൾക്ക് ഈ ഓണത്തിന് തന്നെ ഒന്നാമത്തെ നൈലോൺ സാരിയാ വാങ്ങിത്തരാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലേ? ആഫ്രിക്കയിലോ? ആഫ്രിക്കയില് മുഴുവനുമേ കർഷകക്കാരും കൊതുകുകളുമാ. നീ ആ വീട്ടിലേക്ക് എത്തുന്നത് ഇഷ്ടപ്പെട്ടോ? എന്താ നീ എന്നെ വിളിച്ചത്? നീ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ കേട്ടു. ഞാനേ ഇത് മാമാറ്റോട് പറഞ്ഞു കൊടുത്തു, നീ നോക്കിക്കോ. കള്ള ഉറുമ്പുകൾ, നിങ്ങളെ ഞാൻ എല്ലാத்தையும் ഞാൻ നമുക്ക് ഒന്നിനെ കൊല്ലാത്ത വിടാം. നിനക്കെന്താ വേണ്ടത്? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ നീ ജാമില് തൊഴിയുന്നത്? ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഉപ്പുണ്ടാക്കാം, വേണമെങ്കിൽ ജാം തൊഴിയാം. നീ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടെങ്കിലോ? ഞാൻ അക്കരയ്ക്ക് പോവുക, കരിസാഹിബിന്റെ വീട്ടിലേക്ക്. കരിസാഹിബിന്റെ വീട്ടിലേക്കോ? കരിസാഹിബിന്റെ വീട്ടിലേക്ക് ആരും പോകാതായിട്ട് കുറെ നാളായി. ഏറ്റവും അവസാനമായി അവിടെ ഒരു നോക്കി കണ്ട മനുഷ്യൻ ഞാനാ. സത്യമായിട്ടും പ്രേതമുണ്ടോ? ഒരു ദിവസം കരിസാഹിബിന്റെ പ്രേതവുമായിട്ട് ഞാൻ ഇണഞ്ഞു. 2 വർഷം മുമ്പാ ഞാൻ അമ്മൂന് സന്തോഷമായിരുന്നു എസ്താ. സ്വപ്നത്തിലെ സന്തോഷമാണെങ്കിൽ അത് നേരായിട്ടുള്ളതായിരിക്കോ? അമ്മൂന് സന്തോഷമാണെങ്കിൽ അത് നേരായിട്ടുള്ളതായിരിക്കും. ആരാത്? എന്നതായി കാണുന്നേ? എന്തൊരു ഭംഗി! പെണ്ണുപിള്ള കല്യാണം കഴിക്കാൻ പോവാണോ? ഞാൻ ഇന്നലെ വെള്ളത്തിന്റെ കണ്ടോളൂ. എപ്പോ? എവിടെ വെച്ച്? ഞാൻ കണ്ടു. അപ്പൊ നീ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞാൻ നീ ഞാൻ അങ്ങനെ ചെയ്യുവോ? നീ കണ്ടത് എന്റെ കാണാതെ പോയ ഇരട്ട സഹോദരനില്ലേ, ഉറുമ്പൻ. അമ്മുകുട്ടി എന്താ നോക്കുന്നേ? എന്താ പേടിച്ചു? ഈ മസിലുകൾ എനിക്ക് ഇഷ്ടമായി. കുടുംബത്തിൽ ഭ്രാന്തിന്റെ ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്നാണത് വരിക. തിരിച്ചറിയാനാകും മുമ്പത് നമ്മളെ കൈപ്പിടിയിലാക്കും.
വെച്ചിരിക്കുന്നത് അതെനിക്കറിയാം. നീ കാര്യം പറയടാ. ഞാൻ കണ്ടതൊക്കെ കൊച്ചമ്മയോട് പറഞ്ഞിട്ടേ പോകും. എന്റെ ആ നെറികെട്ടവൻ അവൻ എന്നും രാത്രിയിൽ ഒരു വള്ളത്തേല് ആ പുഴക്കക്കരയ്ക്ക് പോകുന്ന കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ കൊച്ചമ്മ. അതിലുണ്ടായിരുന്നവ തൊലിയോട് ചേർന്ന് ഞാനിതെങ്ങനെ കൊച്ചമ്മയോട് പറയും? ഒരാണും പെണ്ണും കൂടി എന്നും മക്കാരി സാഹിബിന്റെ പ്രേത വീട്ടിലേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കൊച്ചമ്മ. കുറച്ചു കാലമായി ഒരു കുഞ്ഞു വള്ളത്തേല് ചിലപ്പോഴൊക്കെ നീളം പുല്ലുകൾ വകഞ്ഞു മാറ്റി അവർ വെളുപ്പാക്കാലത്താണ് തിരിച്ചു വരുന്നത്. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാനെന്നല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഇത് കൊച്ചമ്മ മാത്രമേ അറിയാനുള്ളൂ. ആരെങ്കിലും വന്ന് കൊച്ചമ്മയോട് പറയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയേണ്ടത് എന്റെ കടമയല്ലേ കൊച്ചമ്മ? നിങ്ങൾ എന്നെ കൊന്നോ? എന്നാലും എന്റെ മകനെ കൊന്നുകളെ എന്റെ തയ്യാറാ. നീ കണ്ട രണ്ടുപേരാണോ മാറി? എന്റെ മകൻ വെളുത്തെയും നിങ്ങളുടെ മകൻ അമ്പുവോ? നമ്മുടെ കാനിങ് മെഷീന്റെ മോട്ടർ നന്നായി. കോട്ടയത്ത് നിന്ന് അവസാനത്തെ ബസ്സാണ് കിട്ടിയത്. കൊച്ചമ്മ, കോട്ടയത്ത് നിന്ന് അവസാനത്തെ ബസ്സാണ് കിട്ടിയത്. കാനിങ് മെഷീന്റെ മോട്ടർ നന്നാക്കാൻ പോയതാ. കൊച്ചമ്മ, കൊച്ചമ്മ
അവരെല്ലാം അറിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുത്തോണം, ജോലിയിൽ പിരിച്ചു വിട്ടു കാണും. ഓഹോ, അത്രേ ഉള്ളോ? നന്നായി നാട്ടുകാരൊന്നും അവനെ കൊന്നില്ലല്ലോ. എടാ വർക്കിയേ, നോക്കടാ, എൻ്റെ വലയിൽ ഒരു കൊച്ചിൻ്റെ ശവം. അല്ല, സംഭവം നടന്ന ഉടനെ എന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല? അത് പിന്നെ ഞങ്ങൾ വലിയ കുടുംബക്കാരല്ലേ സാർ. ഇതൊക്കെ പുറത്താരെങ്കിലും അറിയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക്. അല്ല, ഈ ബലാത്കാരത്തിന് ഇനി എന്നെ ആയി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോ എവിടാ? വീട്ടിലാ സാറേ. ഞാനിങ്ങോട്ട് പോന്നോന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലോട്ട് സമ്മതിക്കത്തുമില്ലായിരുന്നു. കുട്ടികളെ കാണാതായതും അവനെ പിരിച്ചുവിട്ടതും തമ്മിൽ ബന്ധമില്ലാതിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറമ്പിനെ അവന്റെ കുഞ്ഞുനാളിലെ തുടങ്ങി എനിക്കറിയാം സാറേ. എന്റെ അച്ഛൻ കുഞ്ഞുകുഞ്ഞെ തൊട്ടുകൂടാത്തവർക്കായി സ്ഥാപിച്ച് സ്കൂളിൽ ചേർത്ത ഞങ്ങളുടെ കുടുംബം അവനെ പഠിപ്പിച്ചത്. ആശാരിപ്പണിക്ക് വേണ്ടുന്ന പരിശീലനം ചെയ്തു കൊടുത്തത് ഞങ്ങളുടെ കുടുംബം. ഈ വെളുത്ത നക്സലേറ്റ് ആണോടാ? അയ്യോ, എനിക്കറിയത്തില്ല സാറേ. ബലാത്സംഗമാണ് FIR-ന്റെ വകുപ്പ്. ചെയ്യാത്തില്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ. ഒരു ഫാക്ടറിയിൽ ജോലി ഉണ്ടെന്നുള്ളല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ല സാറേ. ഇന്ന് രാത്രി വെളുക്കും മുമ്പ് ആ റാസ്കലിനെ പിടിച്ചിരിക്കണം. പറവനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ പിടിക്കാൻ നടത്തിയ വെളിപ്പെടുത്തലിനിടയിൽ അവന് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് തന്നെ മിക്കവാറും തട്ടിപ്പോകാനാ സാധ്യത. അല്ല, ഇപ്പോൾ കുട്ടികൾ പറയുന്നത് അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണ്. നല്ല കുട്ടികളാ സാറേ. നിങ്ങളുടെ കൂടെ വരും. ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കഥ കഴിഞ്ഞു. മുണ്ടകപ്പാടത്തെ നാഗങ്കുഞ്ഞേ, മുണ്ടകം കൊയ്യുമ്പോൾ എന്തു ചെയ്യും? മുണ്ടകപ്പാടത്തെ നാഗങ്കുഞ്ഞേ, മുണ്ടകം കൊയ്യുമ്പോൾ എന്തു ചെയ്യും?
രണ്ടുപേരും പരസ്പരം എപ്പോഴും സ്നേഹിക്കുമെന്ന് അമ്മയ്ക്ക് പ്രോമിസ് എന്താ? പ്രോമിസ്. ഇറങ്ങി പോയേണ്ട വീട്ടിൽ നിന്ന്. അവന്റെ സാധനങ്ങളെല്ലാം പൊളിച്ചെടുത്ത് കൊണ്ട കളയണ എവിടെയെങ്കിലും. എന്താ ഇത്? 40 കിലോമീറ്ററുകളുണ്ട്. എല്ലാത്തിലും അമ്മൂന്റെ അഡ്രസ് എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് നീ കളയാതെ സൂക്ഷിക്കണം. അവരൊന്ന് ചോദിക്കും. അമ്മ സാൻഡ്വിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ചീത്തയാവുമ്പോ നീ എടുത്ത് കഴിക്കണേ. അമ്മ എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? അമ്മന് ജോലി കിട്ടിയ ഉടനെ അമ്മ വരും. ഞാൻ ഒരിക്കലും വരൂല. മണ്ടത്തരം പറയാതെ അമ്മ എന്താ എന്നെ മാത്രം ബാബുവിന്റെ അടുത്താക്കിയത്? അല്ല അവിടെ നിനക്കെന്ത് എഴുതാൻ? നീ എസ്താ അമ്മു ഇന്നലെ മരിച്ചു എന്നോ?
ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ഡയറക്ടർ, 38 വർഷത്തെ നാടക ജീവിതം, JNUവിൽ നിന്നും PhD, 100-ൽ പരം കലാസൃഷ്ടികൾ, കേരളത്തിലും വിദേശത്തുമായി പല സ്റ്റേജുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാമായ ഡോക്ടർ സാംകുട്ടി പട്ടംകരി സാമേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ക്ഷണിക്കാനുള്ളത് നമ്മുടെ പോളി വർഗീസ് ചേട്ടനെയാണ്. പോളിച്ചേട്ടനാണ് ഈ നാടകത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ശ്രീ പോളിച്ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രാവശ്യം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളെ നമുക്ക് സ്റ്റേജിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഡ്രാമയുടെ വിജയം. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. ഞങ്ങളുടെ ആക്റ്റീവ് തിയേറ്ററിൻ്റെയും ചെറുതിൻ്റെ തേവരുടെയും സ്നേഹോപഹാരം സാമേട്ടന്.